നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ്. വയനാട് പൊഴുതന ടൗണിൽ ഇറങ്ങിയ കാട്ടാന വിദ്യാർത്ഥികളെ ഓടിച്ചു. ആനയുടെ മുന്നിൽ നിന്ന് 3 വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പൊഴുതന സ്കൂൾ മുതൽ വീട് വരെ വിദ്യാർത്ഥികളെ ആന ഓടിച്ചു. +2 വിദ്യാർത്ഥികളായ റിഹാൻ, റിസ്വാൻ, സാബിർ എന്നീ വിദ്യാർത്ഥികളാണ് ഓടി രക്ഷപ്പെട്ടത്. ഇരുചക്ര വാഹനം അടക്കം ആന നശിപ്പിച്ചു. വിശദാംശങ്ങളൊക്കെ അവർ തന്നെ പറയും. ആ ദൃശ്യങ്ങളിലുള്ള 2 പേർ നമ്മളോടൊപ്പം ഉണ്ട്. ഒരാൾ SKMJ ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു, ഒരാൾ +2 കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പോണേക്ക് സ്കൂൾ കഴിഞ്ഞപ്പോൾ തിരുവിൽ ആനനെ കണ്ട് 3 ആന ഉണ്ടായിരുന്നു. ഒരു കുട്ടി 2 തോവല്ലോ. അപ്പോൾ ഞങ്ങളപ്പം തന്നെ ഞങ്ങൾ നേരക്ക് പാലം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ബൈക്ക് ഇട്ടിട്ട് ഓടി. അതിൻ്റെ ചെരുപ്പ് സ്ലിപ്പായി ആനൻ്റെ മുമ്പിൽ വീണ്. ആ പാലെന്നെ ചവിട്ടിനെ ശരിക്കും വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തോ ഇതിൽ എണീറ്റ് ഓടിയോ. പിന്നെ ഇതൊക്കെ ആ മതിലിൻ്റെ തുമ്പിക്കഴിച്ച് ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ തുമ്പിക്കൈ എടുത്തപ്പോൾ ഞാൻ ഓടിയിരുന്നു ആ മതിലൂടി ചേർന്നിട്ട്. പിന്നെ ഓടി വേറെ കസിൻ്റെ വീട്ടിൽ ഓടി കയറിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ലൈറ്റ് ഓൺ ആക്കിയപ്പം 2 ആന കുറച്ച് അങ്ങോട്ട് തെരഞ്ഞെടുന്നിട്ട് പെട്ടെന്ന് വീടിൻ്റെ അവിടേക്ക് പാഞ്ഞു വരുന്നു. അപ്പം ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കി വാതിലടച്ചു. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഈ പൊഴുതന ടൗണിലൊന്നും മുമ്പ് ആന ഇറങ്ങാറില്ലല്ലോ? നമ്മൾ വിട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണല്ലോ അല്ലേ? ഇതിന് മുമ്പ് ഇങ്ങനെ കാട്ടാനെ അടുത്ത് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓട്ടിപ്പി ഇതിന് ഈ ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു ആന ഇറങ്ങുന്ന കാര്യം. എന്തായാലും കഷ്ടിച്ചാണ് 3 പേരും രക്ഷപ്പെട്ടത്. ആ ഒരു കസിന്റെ വീട്ടിൽ ഓടിക്കയറി. അപ്പോഴും ആന അവിടെ പുറകെ വന്നു, അവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷമാണ് ആന ഒന്നിലധികം ആനകൾ ഉണ്ടായിരുന്നു. ആനകൾ തിരിച്ചുപോയത് കുറെ സമയത്തിന് ശേഷമാണ്. M. കമൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. കമല, ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിയാകുന്നു അല്ലേ? പേടിയാവുന്നു. അത് മാത്രമല്ല, ഇതൊരു ടൗണിലാണ് ഇങ്ങനെ കാട്ടാന ഇറങ്ങി വിദ്യാർത്ഥികളെ ഓടിക്കുന്നത്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടികൾ രക്ഷപ്പെട്ടത് അല്ലേ? സാധാരണ ഇത്തരത്തിൽ ബൈക്കിൽ പോകുന്ന ആളുകളെ കാട്ടാന ഓടിച്ചതൊക്കെ മുമ്പ് നമ്മൾ തത്സമയത്തിൽ കൊടുത്തിട്ടുള്ളതൊക്കെ വനമേഖല അല്ലെങ്കിൽ വന്യജീവി സങ്കേതത്തിൽ വാഹനം പാർക്ക് ചെയ്യാനോ നിർത്താനോ ഒന്നും പാടില്ലാത്ത സ്ഥലത്ത് വാഹനം നിർത്തി കാട്ടാനയുടെ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ആളുകളുടെ നേരെ കാട്ടാന ഓടുന്നതൊക്കെ നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് അതുപോലെയൊന്നുമല്ല. പൂർണ്ണമായും ഒരു ജനവാസ മേഖല, ഒരു ടൗൺ. അവിടെ 3 വിദ്യാർത്ഥികൾ രാത്രി ബൈക്കിൽ ബന്ധുവീട്ടിലേക്ക് പോകുന്നു. നേരെ ചെന്ന് പെടുന്നത് കാട്ടാനയുടെ മുന്നിലാണ്. 1 അല്ല 2 3 കാട്ടാനകൾ. അങ്ങനെ അവർ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ആന തൊട്ടടുത്തെത്തുന്നു. ഒരു വളവ് തിരിഞ്ഞ് ഓടിയത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ അവർ കാട്ടാനയിൽ നിന്ന് ഏതാണ്ട് തുമ്പിക്കൈ അകലത്തിൽ തന്നെ എത്തിയിരുന്നു. ആ വളവ് തിരിഞ്ഞോടുന്ന ആനയ്ക്ക് തിരിയാനെടുക്കുന്ന സമയം കൊണ്ടാണ് അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അതിൽ 2 വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവരാകെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ടു. വീണ്ടും ഒരു കസിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറി. അവിടെ വരെ ആന വന്നു. ആന മുറ്റത്തുള്ള ഷീറ്റൊക്കെ തട്ടി നശിപ്പിച്ച് ലൈറ്റിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ആനകൾ തിരിച്ചുപോയത് എന്ന് പറയുന്നു. വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഈ പൊഴുതന എന്ന് പറയുന്നത് ഈ പൊഴുതനയുടെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെ കാട്ടാന ഇറങ്ങാറുണ്ട്. പക്ഷേ ഈ ടൗണിലൊന്നും ആനയെ കണ്ട ആർക്കും അനുഭവമില്ല. അങ്ങനെ ഒരു ആശങ്കയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോടെ അല്ല അവർ ആ വഴിക്ക് പോകുന്നത്. ആനയുണ്ടാകും എന്നൊരു ആശങ്കയോടെ അല്ല പോകുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ആന മുന്നിൽപ്പെടുന്നത്. തോട്ടം മേഖലയാണ്, തേയില തോട്ടം തൊഴിലാളികളാണ് ഏറെയും. അതുകൊണ്ട് തന്നെ ഈ 11 മണിക്കൊന്നും ടൗണിലധികം ആളുകളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ആ വാഹനങ്ങളൊക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാണാസുര സാഗർ ഡാമിലേക്കൊക്കെ ഉള്ള വഴിയാണ്. അതിലേക്ക് വാഹനങ്ങൾ പോകുന്നതാണ്. ഇവരും അതുപോലെ ഒരു ആശങ്കയും ഇല്ലാതെ പോയതാണ്. അപ്പോഴാണ് ഈ ആനയുടെ മുന്നിൽ പോയി പെടുന്നത്. എന്തായാലും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് 3 പേരും അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായും കമല, കുട്ടികൾക്കൊന്നും പറ്റിയില്ലല്ലോ. അത് തന്നെയാണ് വലിയ കാര്യം.